ഒരിടവേളയ്ക്ക് ശേഷം പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചിരിക്കുന്നു. പാചകവാതകത്തിന്റെയും അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർധനവൊപ്പം പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവും ജനങ്ങൾക്ക് ഇരുട്ടടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തിലാണ് ജനമനസ്സിന്റെ ഈ അധ്യായത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങൾ തേടുന്നത്. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് പെട്രോള്, ഡീസല്, അതേപോലെ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില വർധന, അതിൻ്റെ ഷോർട്ടേജ് വളരെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് മേഖലയുള്ളവർ കൂടുതലായിട്ട് ദുരിതം അനുഭവിക്കുന്നവരാണ്. ആദ്യം 1500 കിട്ടിയ കൊമേഴ്സ്യൽ സിലിണ്ടർ ഇപ്പോൾ കിട്ടുന്നത് 3300 1500 1500 രൂപയാണ് ഒറ്റയടിക്ക് വില കൂടിയത്. അതേപോലെ പാചകവാത സിലിണ്ടർ, വീട്ടിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് വില കൂടി. അങ്ങനെ പെട്രോളിന് വില കൂടി. ഇനി വലിയൊരു ക്രൈസിസ് വരാൻ പോകുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഈ കാര്യത്തിലാണ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ സാധനങ്ങളുടെ വില കൂടലും എല്ലാം. ഇനി നമ്മുടെ ഒരു ക്രൈസിസ് വരാൻ പോകുന്നതിന് മുമ്പ് അതിന് വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പുകളും ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് അതിനെതിരെ വളരെ കാര്യപൂർണമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഇതിന് അനുകൂലമായി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. എണ്ണേൻ്റെ കൂടി, ഗ്യാസിൻ്റെ കൂടി, എല്ലാം കൂടിയില്ലേ? നമ്മളിപ്പോഴത്തെ പാവപ്പെട്ടവൻ ഇങ്ങനെ പോക്കന്നെ ബുദ്ധിമുട്ട് തന്നെ. ചിലവ് കൂടുമല്ലോ, ഗ്യാസിൻ്റെ കൂടി, എണ്ണേൻ്റെ കൂടി. അപ്പോൾ നമ്മൾ വാടക കൂട്ടേണ്ടി വരും. പുതിയ സർക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടാക്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇളവ് കിട്ടും വിചാരിക്കുന്നു. എന്ത് പറയുന്നത്, നമ്മളിപ്പോൾ വല്ലാതെ പൈസ ഇല്ലല്ലോ ഇത്. എണ്ണ അടിക്കാൻ കഴിയുമോ? എവിടെയും പണിയെടുത്ത പൈസ പകുതിയും എണ്ണ അടിച്ച രീതിയിലും ഉണ്ടാവുക. എല്ലാം വില കൂടുതലേ ഇതിപ്പോൾ. ഇനിയിപ്പം എല്ലാം കൂടി വരികയല്ലേ ചെയ്യുക. ജീവിക്കാതെ പിന്നെ ശമ്പളം കിട്ടുന്ന പൈസക്കല്ലേ ഇത് സാധനം വാങ്ങിക്കാനേ ഉണ്ടാവും. വേറെ ബാക്കി വെക്കാനൊന്നും കഴിയില്ല. കേരളം ഇപ്പോൾ ആയിട്ടില്ലല്ലോ, തുടങ്ങിയിട്ടില്ലല്ലോ. കേന്ദ്ര സർക്കാരിൽ ഇപ്പോൾ ഇനിയിപ്പോൾ എല്ലാം വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം 55 റുപ്യക്ക് എണ്ണ തരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നോക്കുമ്പോൾ 110 റുപ്യേനെ വിലയായി. അപ്പോൾ കേരളത്തിന് പിന്നെ ഇനിയിപ്പം വന്ന് കണ്ടറിയാനും അല്ലേ, ഒരു മാസം കഴിയണ്ടേ? കൂടും അതിനി കണ്ടറിയേണ്ടി വരും. കാരണം ഇനിയും ജനങ്ങൾ വീണ്ടും ഉൾവലിയുന്നൊരു അവസ്ഥയിലേക്കായിരിക്കും പോവുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് വീണ്ടും പഴയ അരാജകത്വത്തിലേക്ക് നീങ്ങുന്നൊരു രൂപത്തിലേക്ക് മാറും. ഫലപ്രദമായൊരു സർക്കാരും ഗവൺമെന്റൊക്കെ ആണെങ്കിൽ അവരെന്താണോ അതിന് രാജ്യത്തെ പൗരന്മാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും അവർക്കുള്ള സംവിധാനങ്ങളും ഒരുക്കാനുള്ള വഴികൾ കണ്ടെത്തണം. അതൊരു യുദ്ധം എന്നുള്ളൊരു പുകമറ സൃഷ്ടിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാക്കരുത്. വളരെ ബുദ്ധിമുട്ടില്ല ഇപ്പം ജീവിക്കാനല്ല. നിങ്ങൾക്ക് അറിയില്ലേ, ഈ ടൈമിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പൈസ കൊടുക്കണം. എല്ലാ സാധനത്തിനും, സകല സാധനത്തിനും പൈസ. ഇനി എണ്ണിൻ്റെ കൂടി പൈസ കൂടിയല്ല എന്തായിരിക്കും സ്ഥിതി? ഇപ്പം തന്നെ ഓൾറെഡി ഫർണിച്ചർ ആയിക്കോട്ടെ, ഹൗസ് ഹോൾഡ് ആയിക്കോട്ടെ, അതിലും വലിയ നമ്മുടെ നിത്യോപയോഗ സാധനത്തിന് തന്നെ ഒരുപാട് പൈസ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിനെല്ലാം പൈസ കൂടി എന്തായിരിക്കും സ്ഥിതി? വീട്ടിലെ കാര്യങ്ങൾ നടക്കില്ല, നമ്മൾ ഒരു കാര്യം നടക്കില്ല. സാധാരണക്കാരനെക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. സർക്കാർ എന്ത് ചെയ്യണമെന്നാണ് സർക്കാർ അതിൻ്റെ ഇത് കാണണ്ടേ? ആദ്യമേ യുദ്ധങ്ങൾ വരും, പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കില്ലേ രാജ്യത്ത്. അപ്പോൾ അതിൻ്റെതായ മെയിൻ്റെനൻസ് സർക്കാർ മുൻകൂട്ടി കാണണ്ടേ? പിന്നെ പുതിയ സർക്കാർ വരുന്നുണ്ട്, ഇനി എന്താണെന്ന് അറിയില്ല, ദൈവത്തിനറിയാം. അത് മൊത്തം സാധനത്തിന്റെ വില വർധനവുള്ള എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഗ്യാസിനെല്ലാം വില കൂടിയല്ലേ ഇപ്പോൾ. അപ്പോൾ ഇനി എല്ലാം നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം നല്ല വില കൂടുമെന്നാ തോന്നുന്നു. അതിനെന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ട് മൊത്തം നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറക്കണം എന്നാ എൻ്റെ അഭിപ്രായം. എന്താണെന്ന് ഇപ്പോൾ കച്ചവടമെല്ലാം പൊതുവെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാത്തിനും വില കൂടിയോണ്ട് ആൾക്കാർ എല്ലാം വാങ്ങലും, പിന്നെ നമ്മളെല്ലാം ഡെയിലി വേതനം മേടിച്ച് ജീവിക്കുന്ന ആളല്ല. അപ്പോൾ ഈ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതമെല്ലാം വലിയ ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ അതിന് സർക്കാരുകൾ എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ പുതിയ സർക്കാർ, സംസ്ഥാന സർക്കാരും കേന്ദ്രത്തിലുള്ള സർക്കാരും എന്തെങ്കിലും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഭയങ്കര വിഷമാണ്. ഓരോ ദിവസം കഴിഞ്ഞു പോകാനുള്ള പ്രശ്നം. ആൾക്കാരെ ആ പൈസയിൽ കുറവേ തരുന്നുള്ളൂ, കൂടുതലൊന്നും തരുന്നില്ല. ഓടിയാലൊന്നും കിട്ടില്ല. ഗ്യാസ് എല്ലാം വില കൂടി, ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വില പിടിച്ചു നിർത്തണം. പിന്നെ ഡീസലെല്ലാം രൂപയെല്ലാം കുറക്കണം. വെള്ളത്തിന് വില കൂടി, അറിയില്ല, കാരണം പോയി. വില കൂടി നമുക്ക് ഇതല്ലേ, നഷ്ടം തന്നെയല്ലേ സാധാരണ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിപ്പോൾ. വില കൂടിയോണ്ടൊരു സാധാരണ ഹോട്ടലിലും വില കൂടിയല്ലേ,
എല്ലാ സാധനത്തിനും അന്നേരം കൂടും, ഓട്ടോമാറ്റിക്കായിട്ട് കൂടി വരും. സർക്കാരിനോട് ഇത് കുറക്കുന്നതിനാണ് നമ്മളിത് പറയുന്നത്, നമ്മൾ പറഞ്ഞോണ്ട് കാര്യമുണ്ട്. നമ്മളെന്ത് ചെയ്യാനാ മോനെ, നമുക്ക് ജീവിക്കാൻ പണി തന്നെ ഇല്ല, അങ്ങനത്തെ ചെയ്യാറില്ല. അന്നേരം പിന്നെ നമ്മളെന്ത് ചെയ്യോ, ജീവിച്ചു പോവുക, ജീവിക്കാണ്ട് കഴിയൂല, മരിക്കാൻ കഴിയൂല, എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പോവുക തന്നെ. ഇതുവരെ നല്ല സുഖമല്ലേ, എല്ലാത്തിനും എത്തൂല, പണിയെടുക്കാണ്ടിരിക്കാൻ പറ്റൂല. ഒരു ദിവസം കിട്ടിയാൽ പിറ്റേന്ന് കിട്ടൂല, എന്നാലും ഒരു ദിവസം എടുത്തില്ല പിറ്റേന്ന് വരികയും കഴിയുക, അങ്ങനെ ജീവിച്ചു പോവുക. നമ്മളെ ചാർജ് വർദ്ധിപ്പിക്കേണ്ടി വരും, എന്നാലേ ജീവിക്കാൻ പറ്റൂ. ചായന്റെ പൈസയും എല്ലാം കൂടിയില്ല, കുറച്ച് പ്രയാസമാണ്. സർക്കാർ അതിനെല്ലാം പ്രതിവിധി കാണണം. നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടിയ വിഷമം തന്നെ. കാരണം നമ്മളൊക്കെ ചെറിയ കൂലിപ്പണിട്ട് ജീവിക്കുന്ന ആളുകളല്ലേ ഭൂരിപക്ഷവും, അവരെ സംബന്ധിച്ചിടത്തോളം വിഷമം തന്നെ. അതിന് കൂടിയ മറ്റു സാധനങ്ങൾക്കൊക്കെ കൂട്ടുമല്ലോ. അത് ഇതാണ്, ഓരോ സാധനത്തിനും കൂടിയിട്ടുണ്ട്, എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പം അത് എല്ലാവർക്കും പ്രയാസം തന്നെ. അതൊന്നുണ്ട്, അത് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണല്ലോ. എന്നാലും ചെയ്യാം, കുറച്ചൊക്കെ നിയന്ത്രിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ മാറ്റം വരുത്താൻ കഴിയും. ഇനിയിപ്പോ എല്ലാത്തിനും സാധനത്തിനും വില കൂട്ടേണ്ടി വരും. നമ്മള് ഗ്യാസിന് പൈസ 4000 രൂപ കൊടുത്തിട്ട് നമ്മള് ഗ്യാസ് ഇറക്കിയിരുന്നു. അവസ്ഥ അന്നന്ന് വില വർദ്ധിച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാണ്. ഇപ്പോൾ ഗ്യാസിന് തന്നെ വെച്ചാൽ നമ്മൾ 1930 റുപ്യേൻ്റെ ഗ്യാസിന് ഇപ്പോൾ 4000 റുപ്യേൻ്റെ അടുത്തായി. അന്നേരം വിഷമം തന്നെയല്ലേ. ഇനിയിപ്പോൾ അത്യാവശ്യ സാധനങ്ങൾക്കെല്ലാം കൂടി വരും. അന്നേരം വിഷമം തന്നെയല്ലേ, ജീവിതം പ്രതിസന്ധിയിൽ തന്നെയല്ലേ ആവുക. പണിയെല്ലാം കുറഞ്ഞില്ല, ഈ സാമ്പത്തിക വിഷമം തന്നെ. ആളുകൾക്ക് പണിയില്ല, ഇപ്പം പണി കുറഞ്ഞു വരുന്നു, ആളുകൾക്ക് പൈസ ഇല്ല. കൂടിയാകുമ്പോൾ പിന്നെ അങ്ങനെ സർക്കാരിനോട് ഇപ്പം പുതിയ സർക്കാരിന് വന്നിട്ടില്ല. കേന്ദ്ര സർക്കാരിനോടൊന്നും പറയാനില്ല, അവരാദ്യം പറഞ്ഞില്ല. പുതിയ സർക്കാരിനോട് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല നമ്മളെ മേഖല എന്ന് പറഞ്ഞാല് പിന്നെ പൈസ ഇങ്ങനെ ഓരോന്നിനും കൂടിക്കൊണ്ടിരിക്കും. കാരണം പെട്രോളിന് വില കൂടുമ്പോഴാണല്ലോ നമുക്ക് സാധനങ്ങൾക്ക് വില കൂടുന്നത്. ആളുകളെ അവസ്ഥ ഇപ്പോഴത്തെ ഗവൺമെന്റ് അല്ലേ തീരുമാനിക്കണ്ട്. ഇപ്പം വന്ന പുതിയ ഗവൺമെന്റ് എന്ത് ചെയ്യണം, സബ്സിഡി കൊടുത്തിട്ട് പിന്നെ നിലനിർത്താനാകുമെന്ന് നോക്കണം, അല്ലെങ്കിൽ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പാവപ്പെട്ട ഊട്ടർക്കെല്ലാം വലിയ വിഷമം തന്നെയാണ്. ജീവിക്കാൻ ആയിട്ടില്ല, അപ്പം വില കൂടുന്നുണ്ട്, പെട്രോൾ വില കൂടിയിട്ടുണ്ട്. പിന്നെ സാധനത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം ആരും കൂടുതലുമില്ല, പെട്രോളില്ല. പിന്നെ കിട്ടിയവർ ഒപ്പിക്കുക. ഇനി ഭരണം വന്ന് പുതിയ ഭരണം വന്നതിന്റെ കാഴ്ച ഉണ്ടോ ഇല്ല അറിയില്ല. അത് ആയിട്ടില്ല, പറയാൻ ആരും ഇരിക്കട്ടെ, ഇത് നമുക്ക് പറയാം. അയാളെ കാണിക്കുന്നത് അയാളെ കാണിക്കുന്നത് നമുക്ക് നോക്കാം, എന്തായാലും നമുക്ക് പറയാം. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യമാണ് വിലക്കയറ്റത്തിന്റെ എല്ലാം അടിസ്ഥാന കാരണമായി പറയപ്പെടുന്നത്. ഇതിന്റെ എല്ലാം ഭാരം തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ ഇത്തരം സാഹചര്യങ്ങൾ നേരിടാനും ഒപ്പം വിലക്കയറ്റം നിയന്ത്രിക്കാനും ആവശ്യമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് പൊതുജനങ്ങളുടെ പ്രതികരണം. ജനമനസ്സിന്റെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.